വിയറ്റ്നാം എന്ന മനോഹര രാജ്യത്ത് എത്തിയതിനു ശേഷം അവിടുത്തെ മൂന്നാമത്തെ പ്രധാന നഗരമായ ദനാങ്ങിലെത്തുകയും ദനാങ്ങിലെ ആദ്യ ദിവസം തന്നെ അവിടെയുള്ള മനോഹരമായ കാഴ്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തു. പഗോഡയും റിവർ ക്രൂയിസിങ്ങും ഒക്കെ കഴിഞ്ഞ് രാത്രി വിശ്രമത്തിന് ശേഷം ദനാങ്ങിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് അതിരാവിലെ നാം പുറപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ദനാങ്ങിൽ നിന്നും ബാണ ഹിൽസിലേക്ക്. വഴിമധ്യേ ഒരു പേൾ ഫാക്ടറി കാണാനുണ്ടെന്നും അവിടെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം അവിടെ നിന്ന് യാത്ര തിരിച്ച് ബാണ ഹിൽസിലേക്ക് എത്താനുണ്ടെന്നും ബാണ ഹിൽസിലെ മനോഹര കാഴ്ചകളിൽ ഒരു ദിവസം മുഴുവനും ചിലവഴിച്ചതിന് ശേഷം വൈകുന്നേരം 6 മണിയോടുകൂടി തിരിച്ച് ലോഡ്ജിലേക്ക് ഇല്ലെങ്കിൽ ഹോട്ടലിലേക്ക് എത്തുക എന്നതുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ദനാങ് സിറ്റിയിൽ നിന്നും ബാണ ഹിൽസിലേക്കുള്ള യാത്രയിൽ ഓയിൽ ഫാക്ടറിയും കണ്ട് അല്പവിശ്രമത്തിന് ശേഷം ഇപ്പോൾ നാം ബാണ ഹിൽസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യേ ബാണ ഹിൽസ് സമീപിച്ചു എന്നറിയിച്ചുകൊണ്ട് ബാണ ഹിൽസിൻ്റെ ഒരു ബോർഡും വഴിയരികിൽ നമുക്ക് കാണാനിടയായി. അങ്ങനെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന പാതയുടെ ഇരുവശങ്ങളിലെ മനോഹരമായ പച്ചപ്പും നമ്മുടെ കൺമുൻപിലേക്ക് അനധിദൂരത്തിൽ നീണ്ടുകിടക്കുന്ന മലനിരകളും അവിടുത്തെ ഹരിതാപമാർന്ന വർണ്ണശബളിമയും ഒക്കെ കണ്ടുകൊണ്ട് ഈ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം സഞ്ചരിക്കുന്ന ബസ്സിന് മുന്നിലും പുറകിലുമായി അനേകം ടൂറിസ്റ്റ് ബസ്സുകളും ടാക്സികളും മറ്റനേകം വാഹനങ്ങളും ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് യാത്രികരെയും കൊണ്ട് അതിരാവിലെ തന്നെ പുറപ്പെട്ട് വരികയായി. നാം സഞ്ചരിക്കുന്ന റോഡിന് വലതുവശത്തായി ഉപയോഗശൂന്യമായ ടയറുകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ച ഒരു ഭിത്തിയും നമുക്ക് ഒരു ആശ്ചര്യകരമായ കാഴ്ചയാണ്. ദൂരെ നിന്ന് തന്നെ ദനാങ് സ്റ്റേഷൻ്റെ താഴ്വാരവും അവിടെ പ്രവാസികർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒത്തിരിയേറെ സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടലുകളും മറ്റ് ടിക്കറ്റ് കൗണ്ടറുകളും അതുപോലെ തന്നെ സൗവനീറുകളും മറ്റും വാങ്ങുന്നതിനുള്ള അനേകം ഷോപ്പുകളും ഒക്കെ അടങ്ങിയ വലിയൊരു കെട്ടിട സമുച്ചയത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 100 കണക്കിന് ബസ്സുകൾക്കും മറ്റനേകം വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റി പോലും ഒരുക്കിയിരിക്കുന്നത്. എത്രയധികം യാത്രികർ എത്തിയാലും അവരെയെല്ലാം ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും തക്ക രീതിയിലാണ് ഇവിടുത്തെ ബേസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങും ധാരാളം യാത്രികരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നാം എത്തുമ്പോൾ തന്നെ നമുക്ക് മുമ്പിലായി 100 കണക്കിന് യാത്രികർ ഇവിടെ എത്തിയിരിക്കുന്നു എന്നതാണ് നമ്മെ വിസ്മയിപ്പിച്ചിരിക്കുന്നത്. കാരണം രാവിലെ പുറപ്പെടുമ്പോൾ ഓരോരുത്തരും കരുതിയിരുന്നത് ഒരു പക്ഷേ നാമാകും ഈ ബാണ ഹിൽസിലെ ആദ്യത്തെ യാത്രാ സംഘം എന്നാണ്. എന്നാൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ ഒക്കെ തിരിച്ചുകൊണ്ട് നാം ഇവിടെ എത്തുമ്പോഴേക്കും ധാരാളം യാത്രികർ ഇവിടെ എത്തുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മുടെ യാത്രാ സംഘത്തിന് ഒരുക്കിയിരിക്കുന്ന യാത്രാ ടിക്കറ്റും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഫെസിലിറ്റികളും ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് എന്നറിഞ്ഞപ്പോൾ നമുക്ക് അല്പം ആശ്വാസമായി. കാരണം നാം ഇപ്പോൾ ഏതാണ്ട് 9:30 ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും അരമണിക്കൂർ സമയം നമുക്ക് ബാക്കിയുണ്ട് ഇവിടെ ചുറ്റി നടന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനും
ഈ കാഴ്ചകളെയൊക്കെ നമ്മുടെ ക്യാമറയിൽ ഫോട്ടോകളായും വീഡിയോകളായും പകർത്തുവാനും. അങ്ങനെ നാം ഇവിടുത്തെ മനോഹര കാഴ്ചകളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് ഇപ്പോൾ ഇവിടുത്തെ വിശാലമായ പാർക്കിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും മനോഹരമായി പ്ലാൻ ചെയ്ത് വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്ന തോട്ടങ്ങളും ചെടികളും ഒക്കെയാണ് നമുക്ക് നമ്മുടെ കൺമുൻപിലേക്ക് എത്തിച്ചേരുന്നത്. എത്ര ഏറെ വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ തക്കവിധം അത്രയധികം പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നാം എത്തിച്ചേർന്ന ബസ് സൗകര്യപ്രദമായ ഒരു പാർക്കിങ്ങിലേക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ബസ്സിൽ നിന്നിറങ്ങി സഹയാത്രികരോടൊപ്പം ഞാനും ഇപ്പോൾ ഈ ബേസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങും തിക്കും തിരക്കും മാത്രം, യാത്രികരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സ്റ്റേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ നാം സ്റ്റേഷനുള്ളിലേക്ക് കടന്ന് നമ്മുടെ സമയം ആയപ്പോൾ നമ്മുടെ ലോക്കൽ ടൂർ ഗൈഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ എലവേറ്ററിൽ മുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുന്നു കയറാൻ ഇല്ലെങ്കിൽ ഇവിടുത്തെ മലമുകളിലേക്ക് നടന്നു കയറുന്നതിന് പകരം എവിടെയും എസ്കലേറ്ററാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അനായാസം നമുക്ക് ഈ കുന്നിൻ മുകളിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ പല നിലകളിലായി പല സ്റ്റെപ്പുകളിലായി പണിതീർത്തിരിക്കുന്ന എസ്കലേറ്ററുകളിൽ കയറി നാം മുകളിലേക്ക് സഞ്ചരിച്ച് ഒടുവിൽ നാം എത്തിച്ചേരുന്നത് ഈ ബാണ ഹിൽസിലേക്ക് നമ്മെ കൊണ്ടുപോകാനിരിക്കുന്ന കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ്. വളരെ മനോഹരമായ നിർമ്മിതികളാണ് എങ്ങും നമുക്ക് കാണാൻ സാധിക്കുക. എസ്കലേറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ എസ്കലേറ്റർ കടന്നു പോകുന്ന ഇടനാഴികളാണെങ്കിലും എസ്കലേറ്ററിനായി വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളായാലും ഒക്കെ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുകയും അതുപോലെ തന്നെ മനോഹരമായി അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മഹാത്മ്യമായി ഞാൻ കാണുന്നത്. അങ്ങനെ നാം പല എസ്കലേറ്ററുകൾ കയറി ഇപ്പോൾ ബേസ് സ്റ്റേഷൻ്റെ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് സമയം കൂടി നമുക്ക് അനുവദിച്ച സമയം ആകാൻ നാം കാത്തിരിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ഇവിടെ കാത്തിരിക്കുമ്പോൾ ഈ കെട്ടിട സമുച്ചയത്തിനുള്ളിൽ നടന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുകയും അതുപോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ ക്യാമറയിൽ വീഡിയോയായും ഫോട്ടോയായും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഞാനും അതുപോലെ തന്നെ എൻ്റെ ഒപ്പമുള്ള സഹയാത്രികരും. അങ്ങനെ ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന സഹയാത്രികരെയും യാത്രാ ഗ്രൂപ്പുകളെയും അവരെ നിയന്ത്രിക്കുന്ന ഈ സ്ഥാപനത്തിലെ ചുവന്ന യൂണിഫോം ധരിച്ച ഇവിടുത്തെ സ്റ്റാഫുകളെയും ഒക്കെ കണ്ട് നാം മുന്നോട്ട് അങ്ങനെ നീങ്ങുമ്പോൾ നമ്മെയും കാത്ത് ഇവിടുത്തെ ലോക്കൽ ടൂർ ഗൈഡ് നിൽക്കുകയാണ്. കാരണം നമ്മുടെ സമയമായിരിക്കുന്നു എന്ന് അവർ നമ്മോട് പറയുകയും നാം സാവധാനമായി ഓരോരുത്തർ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന കേബിൾ കാറിലേക്ക് കയറുകയുമാണ്. ഈ കേബിൾ കാറിലെ യാത്ര വളരെ മനോഹരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേബിൾ കാർ ശൃംഖലയാണ് ഇവിടെ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 5.5 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ കേബിൾ കാറിൽ നമുക്ക് സഞ്ചരിക്കാനുള്ളത്. അങ്ങനെ ബേസ് സ്റ്റേഷനിൽ നിന്നും കേബിൾ കാറിൽ നമ്മുടെ യാത്ര തുടങ്ങി നാം പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തുകൂടി കെട്ടിയൊരുക്കിയിരിക്കുന്ന കേബിൾ കാറിലുള്ള മനോഹരമായ കാഴ്ച എത്ര വർണ്ണിച്ചാലും മതിവരാത്തത്ര മനോഹര കാഴ്ചയാണ് ഈ കേബിൾ കാർ
യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. പ്രകൃതിക്ക് യാതൊരു കോട്ടവും വരാതെ പ്രകൃതിയെ അതുപോലെ തന്നെ അത്ര മനോഹരമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ കേബിൾ കാർ ശൃംഖല ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 5.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു കേബിൾ കാർ യാത്രയാണ് നമുക്കായി ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. ഈ ബാണ ഹിൽസിലേക്ക് എത്തിച്ചേരാനും അവിടെ ഉള്ള അത്ഭുത ലോകമായ സൺ വേൾഡും അതോടനുബന്ധിച്ച മറ്റനേകം കാഴ്ചകൾ കാണുവാനും. നാം കേബിൾ കാറിൽ ഈ മലമുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ കുന്നിൻ മുകളിലെ മനോഹരമായ ഹരിതാപവും കാഴ്ചകളുമാണ് കാണാൻ സാധിക്കുക. നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും അതിമനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന വിവിധ തരം വൃക്ഷങ്ങളും ഒക്കെയാണ് നമ്മുടെ കൺമുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. എങ്ങും പക്ഷികളുടെ കളകൂജനവും നമ്മുടെ യാത്രയെ അതിമനോഹരമാക്കുന്നു. എത്ര വർണ്ണിച്ചാലും മതിവരാത്ത അത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ കേബിൾ കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുക. ഏതോ ഒരു സ്വപ്ന ലോകത്തുകൂടി നാം സഞ്ചരിക്കുന്ന ഒരു പ്രതീതി. നമുക്കൊപ്പവും നമ്മുടെ മുൻപിലും പിൻപിലുമായി നമ്മോടൊപ്പം മറ്റ് അനേകം കേബിൾ കാറുകളിൽ സഞ്ചരിക്കുന്ന അനേകം യാത്രികർ. എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും അത്ഭുതവും മാത്രമാണ്. കാരണം ഇത്ര മനോഹരമായ കാഴ്ചകൾ നാം ഒരുപക്ഷെ സ്വപ്നത്തിൽ മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത്ര മനോഹരമെന്ന് പറയാതിരിക്കാൻ വയ്യ. പല പല ലൈനുകളിലായി മുന്നോട്ടും പുറകോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം കേബിൾ കാറുകൾ. ഏതാണ്ട് 4 ലൈനുകളിലായി വിവിധ ഇടങ്ങളിലേക്ക് കേബിൾ കാറുകൾ നിരന്തരം സഞ്ചരിക്കുന്നുണ്ട്, നിറയെ യാത്രികരുമായി. ഇവിടെ സൺ വേൾഡിലേക്കും ബാണ ഹിൽസിലേക്കും അതുപോലെ തന്നെ ഗോൾഡൻ ബ്രിഡ്ജിലേക്കും ഒക്കെ ഈ കേബിൾ കാറുകളിലാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്. അത് പല പല നിലകളിലായി പല പല ഇടങ്ങളിലായി നമുക്കായി സജ്ജീകരിച്ചിരിക്കുകയാണ്. നാം ഈ കേബിൾ കാറുകളിൽ സഞ്ചരിച്ച് ആദ്യം ബാണ ഹിൽസിലെത്തുകയും അവിടുത്തെ സൺ വേൾഡ് എന്ന മായാലോകത്ത് ഏതാണ്ട് 4 മണിക്കൂർ നേരം ചിലവഴിച്ചതിന് ശേഷം മറ്റൊരു കേബിൾ കാറിൽ വേണം നാം ഇവിടുത്തെ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് വരാൻ. വിയറ്റ്നാമിൻ്റെ തന്നെ മുഖമുദ്രയാണ് ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കൈവെള്ളയിൽ കൂടി കടന്നു പോകുന്ന രീതിയിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. വിയറ്റ്നാമിൻ്റെ തന്നെ മുഖമുദ്രയായിട്ടാണ് അത് അറിയപ്പെടുന്നതും കരുതപ്പെടുന്നതും. ലോക ടൂറിസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഇത്ര മനോഹരമായ മറ്റൊരു നിർമ്മിതി ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ യാത്രയിലുടനീളം നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക അല്പം പോലും നശിപ്പിക്കപ്പെടാത്ത അത്ര മനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളാണ് നമുക്കെങ്ങും കാണാൻ സാധിക്കുക. കേബിൾ കാർ ശൃംഖലകൾ ഒരു കാരണവശാലും ഈ വനത്തിനാകട്ടെ ഇവിടെയുള്ള യാതൊരു വൃക്ഷങ്ങൾക്കാകട്ടെ യാതൊരുവിധ ഹാനിയും ചെയ്യാതെ ഇവിടെയുള്ള സസ്യസമ്പത്തിനെയും പക്ഷി മൃഗാദികളെയും അല്പം പോലും അലോസരപ്പെടുത്താതെ അത്ര മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ച് പരിപാലിച്ചു വരുന്നത്. പ്രകൃതിയോട് യാതൊരു വിധത്തിലും ഇടയാതെ പ്രകൃതിയുടെ ഭംഗി യാതൊരു വിധത്തിലും നശിപ്പിക്കാതെ അത്ര മനോഹരമായിട്ടാണ് ഈ കേബിൾ കാർ ശൃംഖല ഇവിടെ നിർമ്മിച്ച് പരിപാലിച്ചു വരുന്നത്. അങ്ങനെ മുകളിലിരുന്ന് ഈ കേബിൾ കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ മനോഹരമായ പ്രകൃതിയും ഈ മനോഹരമായ പ്രകൃതിയുടെ നിറഞ്ഞു തുളുമ്പുന്ന സൗന്ദര്യവുമാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഓരോ കേബിൾ കാറും നമ്മെ കടന്നു പോകുമ്പോൾ അതിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷപുളകിതരായിരിക്കുന്ന
യാത്രികരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ മുന്നിലും പുറകിലുമായി നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന മറ്റ് കേബിൾ കാറുകളിൽ ഇരിക്കുന്ന യാത്രികരുടെ മുഖത്തും നമുക്ക് അത്ഭുതവും ആവേശവുമാണ് കാണാൻ സാധിക്കുക. ഇങ്ങനെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ശേഷം നാം ഈ ബാണ ഹിൽസിലെ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടുത്തെ സൺ വേൾഡിൻ്റെ മായാലോകമാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്നത്. ദൂരെ നിന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിച്ചിരുന്ന കേബിൾ കാർ ഇപ്പോൾ ഇവിടുത്തെ ഏതോ മായാലോകത്ത് എത്തിച്ചേർന്ന ഒരു പ്രതീതി. അങ്ങനെ ഈ മായാലോകത്തിൻ്റെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും എല്ലാവരും നമ്മുടെ ടൂർ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ഇറങ്ങുകയും ആ ബേസ് സ്റ്റേഷനും അതുപോലെ തന്നെ അവിടെ ഉള്ള നിർമ്മിതികളുമൊക്കെ വളരെയേറെ ആശ്ചര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയും അതിൻ്റെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ആവുന്നത്ര ക്യാമറയിൽ പകർത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. കാരണം അത്ര മനോഹരമാണ് ഇവിടെയുള്ള ഓരോ കാഴ്ചകളും. ഈ മായാലോകത്തിലേക്കുള്ള യാത്ര നാം ഇവിടെ തുടങ്ങുകയാണ്. കാരണം അത്രയേറെ കാഴ്ചകളും അത്രയേറെ വിശേഷങ്ങളും ഉണ്ട് ഇവിടെ കാണുവാനും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും. അതിനായി ഈ ബാണ ഹിൽസിലെ മായാലോകത്തിലേക്ക് സൺ വേൾഡ് നമുക്കായി ഒരുക്കുന്ന അത്ഭുതകരമായ കാഴ്ചകളിലേക്ക് നാം നമ്മുടെ സഹയാത്രികരോടൊപ്പം നടന്നു നീങ്ങുകയാണ്.